നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോങ്ക്രോ ചിക്കൻ. ഇത് ആന്ധ്രാപ്രദേശിലെ ഫേമസ് ആണ്. ഈ ഗോങ്ക്രോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഗോങ്ക്രോ ഇലയാണ്, ഇതിൻ്റെ ചീരയാണ്. നമ്മളിവിടെ കീര എന്ന് പറയും, പാലക്ക് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ഈ കീരയ്ക്ക് ഒരു പുളിപ്പ് രസമുള്ളതാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ അധികം തക്കാളിയോ അധികം നാരങ്ങയോ പുളിയോ അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. ഈ ഇലയ്ക്ക് അങ്ങനെയുള്ള സ്വാദുണ്ട്. ഇനി ഒരുപാട് പ്രത്യേകതയൊക്കെ ഉണ്ട്. ആയുർവേദ മരുന്നിനൊക്കെ ചേർക്കുന്ന ഒരു ചീരയാണ് ഗോങ്ക്രോ ചീര എന്ന് പറയും. ഇത് ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിൽ ചെന്നൈ ആ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കിട്ടും. തിരുപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ചട്നിയും ഇതിൻ്റെ അച്ചാറൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ഈ ചിക്കൻ റെഡിയാക്കി നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് അതിനാവശ്യമുള്ള എന്തൊക്കെ നോക്കാം. ഇതാണ് അതിൻ്റെ ചീരയാണ്. ഇത് നമ്മളിവിടെ കിട്ടില്ല. ഇത് നമ്മളിതിൻ്റെ വിത്ത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ നട്ട് പൊടിപ്പിച്ച് എടുത്തതാണ് ഈ ചീര. ആവശ്യമുള്ള എന്താണെന്ന് നോക്കാം. ഒരു 4 വലിയ സവാള, 2 ചെറിയ ടൊമാറ്റോ, കരിവേപ്പില, 4 വറ്റൽമുളകും, പിന്നെ 2 പീസ് പട്ട, 2 പീസ് ഏലക്ക, 2 ഗ്രാമ്പ്, നമ്മളെ ജാതിപ്പൂ, പിന്നെ ഒരു 10 പച്ചമുളകും, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ചിക്കൻ റെഡിയായിരിപ്പുണ്ട് കഴുകി. നമുക്ക് ആദ്യം ഈ ചീര ഒന്ന് റെഡിയാക്കാം. തുടങ്ങാം. ആദ്യം ഈ ചീര ഒന്ന് വാട്ടിയെടുക്കണം. അടുപ്പ് കത്തിക്കാം. ഇത് കഴിക്കാൻ നല്ല രസമാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും ഈ ചീര. പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല വാടിയതിന് ശേഷം ഇതിനെ അരച്ചെടുക്കണം. വാടിയ കളർ ഇങ്ങനെ മാറും. ഗോങ്ക്രോ ചീര. ഇതുപോലെ നല്ല വാടിയതിന് ശേഷം നല്ല വതങ്ങി വരെ രണ്ടും കൂടെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതെടുത്ത് മിക്സിയിലിട്ട് അത് നമ്മൾ പേസ്റ്റാക്കി എടുക്കണം. നല്ല വാടിക്കഴിഞ്ഞു. നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. ചട്ടി ഇട്ട് കൊടുക്കാം. ഫ്രൈ വെച്ചിട്ട് നമുക്ക് അടുത്ത് ഓണിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം.
തണുക്കെടുത്ത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലാക്കി അരയ്ക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഡാൽഡയോ നെയ്യോ ഒരു 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. എണ്ണ ചൂടായി കാണും. നമുക്ക് ആദ്യം പട്ട, ഒരു 2 ചെറിയ തുണ്ട് പട്ട, ഒരു ജാതിപ്പൂ, 2 ഏലക്കയും 2 ഗ്രാമ്പും ഒന്ന് ഫ്രൈ ആവട്ടെ. ചട്ടി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, ആദ്യം സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. നല്ലവണ്ണം ഷോർട്ടായതിന് ശേഷം നമുക്ക് ടൊമാറ്റോയും കൂടെ ചേർത്ത് ബാക്കി മസാലയും കൂടെ ചേർക്കാം. അതിന് മുമ്പേ നമ്മൾ ആ ചീരയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അതാവട്ടെ, ഞാൻ മിക്സ് ചെയ്ത് റെഡിയാവും. കൊടുക്കണേ. ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ടൊമാറ്റോ, ആകെ 2 ടൊമാറ്റോ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വീഡിയോ ഒരുപാട് ദിവസത്തിന് ശേഷം ചെയ്യാണ്. അപ്പം ഈ കോങ്ക്രോ ചിക്കൻ ചെയ്ത് നോക്കി കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണം. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇതാണ് കോങ്ക്രോ ചിക്കൻ. നമുക്ക് ഇതിലേക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നമുക്ക് കോങ്ക്രോ ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ. ഗോങ്ക്രോ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഗോങ്ക്രോ എന്ന് പറഞ്ഞാൽ ഒരു ചീരയാണ്. ചീര കേട്ടോ. നമ്മളിവിടെ ചുമന്ന കീര, പച്ചക്കീരയൊക്കെ അതേപോലത്തെ ഒരു കീരയാണിത്. പക്ഷേ ഇതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് മഞ്ഞപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി, ചേർത്ത് അതാ കാശ്മീർ ചില്ലി പൗഡർ. ഇത് 2.5 സ്പൂണാണ് കാശ്മീർ ചില്ലി പൗഡർ. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഗരം മസാല ലാസ്റ്റിൽ ചേർക്കാം. നല്ല ഫ്രൈ ആയി. ഇനി ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കുറച്ച് നേരം നല്ല വാടിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടെ ചേർക്കണം.
കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ നമുക്ക് നോക്കാം. നമുക്ക് ഗോങ്കുറ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഗ്രേവി. എല്ലാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ആവശ്യം. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഗോങ്കുറ ചിക്കൻ റെഡിയാണ്. നമുക്ക് ക്ലോസ് ചെയ്യാം, അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്യാമേ. ഓക്കെ, ഓടി വാ, പൊറോട്ട കഴിക്കാം. ഇതാ കുറച്ച് കഴിച്ച് നോക്ക്, ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നോക്കി, കൊള്ളാക്കി നന്നായിട്ടുണ്ടെന്ന് പറയണം. അടിപൊളിയാണോ? ചിക്കൻ എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമോ? എനിക്ക് ഇത് കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുമോ? എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയണം കേട്ടോ. ഓക്കെ, ഇതാണ് ഗോങ്കുറ ചിക്കൻ വിത്ത് പൊറോട്ടയാണ്. പൊറോട്ടയോടെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എല്ലാവരും ഇതേപോലെ റെഡിയാക്കി കഴിച്ച് നോക്കണം. ഗോങ്കുറ ചിക്കൻ, ഗോങ്കുറ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.